ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓഡിയോ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്ത് ഒരു ഓർ ഗേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റർ സെക്ഷനും, രണ്ടാമത്തെയാണ് ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഓർ ഗേറ്റ് ഉണ്ടാക്കണേ. ഓക്കെ അല്ലേ? ഇതുപോലെ രണ്ടായിട്ട് തിരിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. ഓൾറെഡി 7805-ൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് നമ്മൾ റെഗുലേറ്റർ സെക്ഷൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോണേ. രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ സെക്ഷൻ, അതായത് ട്രാൻസിസ്റ്റർ യൂസ്ഡ് ഓർ ഗേറ്റ് സെക്ഷൻ വരുന്നത് കുറച്ച് നല്ല മനസ്സിലാവാൻ കണക്കിനായിരിക്കും പറഞ്ഞു തരുന്നത്. കാര്യം തന്നെ കാര്യം ഇത് ഓൾറെഡി കുറേ വീഡിയോസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടാണ് അതിനെ ആ ഒരു രീതിയിൽ എടുക്കണേ. ഓക്കെ അല്ലേ? ഇതും ബേസിക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് പോണേ, അങ്ങ് ഡീപ്പായിട്ട് പോകില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? ആദ്യം നമ്മൾ 7805 എന്ന് പറയുന്ന ഇതുപോലത്തെ റെഗുലേറ്റർ റൈസ് എടുത്ത് ഇതുപോലെ ബ്രെഡ് ബോർഡിൽ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കപ്പാസിറ്റർ എടുത്ത് അതിൻ്റെ അടുത്ത് ഇതുപോലെ വയ്ക്കുക. ഇത് ഇൻപുട്ട് കപ്പാസിറ്റർ, ഇനി ഔട്ട്പുട്ട് കപ്പാസിറ്ററും അതുപോലെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ എല്ലാം കണക്ട് ചെയ്ത് ഇനി നമുക്ക് കപ്പാസിറ്റർ ഇത് എന്താണെന്ന് അറിയാലോ, ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ ആണ്. ഇതിന് പൊളാരിറ്റി ഉള്ളതുകൊണ്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്നും ICയുടെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇത് ഇൻപുട്ട് കപ്പാസിറ്റർ. ഇനി നമ്മുടെ ICയുടെ ഔട്ട്പുട്ടിൽ നിന്നും അടുത്ത കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലേക്ക്, അടുത്ത കപ്പാസിറ്റർ ഔട്ട്പുട്ട് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ അത് രണ്ട് കണക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൗണ്ട് ടെർമിനൽ, ഇവിടെ നെഗറ്റീവ്, ഇവിടുത്തെ അടുത്ത നെഗറ്റീവ്, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു കോമൺ നെഗറ്റീവ് എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. അതിനെ നമുക്ക് ആദ്യം ഇവിടുത്തെ നെഗറ്റീവ് കണക്ഷൻ എടുത്ത് നമ്മൾ ഈ ഒരു നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ ഇവിടുത്തെ നെഗറ്റീവ് എടുത്തും അതുപോലെ കണക്ട് ചെയ്യുക. നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കളർ ഒന്ന് മാറ്റിയിരിക്കാം, ബ്ലാക്ക് ആക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് കളർ മാറി ഇതുപോലത്തെ ഗ്രൗണ്ടും നമ്മൾ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ ഇൻപുട്ട് കപ്പാസിറ്റർ, ഇത് ഇൻപുട്ട് കപ്പാസിറ്റർ ആണ്, ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സെക്ഷനിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ കളറൊന്ന് മാറ്റിയിരിക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവ് കണക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ കോമൺ നെഗറ്റീവ് എന്ന് പറയുന്നില്ലയോ, അവിടേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കളർ ഒന്ന് മാറ്റി, അപ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ റെഗുലേറ്റർ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകണമെന്ന് വെച്ചാൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഓർ ഗേറ്റ് ഉണ്ടാക്കുക എന്നുള്ള സെക്ഷനിലേക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 NPN ട്രാൻസിസ്റ്റർ വേണം. ഓക്കെ അല്ലേ? BC547 ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. BC547 ആണ് യൂസ് ചെയ്യണേ. BC547ൻ്റെ ആദ്യത്തെ ലെഗ് എന്ന് പറയുന്ന കളക്ടർ, രണ്ടാമത്തത് ബേസ്, മൂന്നാമത്തെ എമിറ്റർ. ഇതും സെയിം മാനറിൽ തന്നെയാണ് പോണേ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്നും, ഇതാണ് എമിറ്ററിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇതിൻ്റെയും എമിറ്റർ, ഇതൊന്നാമത്തെ ട്രാൻസിസ്റ്റർ, ഇത് രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ. ഈ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെയും എമിറ്ററിൽ നിന്ന് കണക്ട് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ 4.7 കിലോ ഓമിൻ്റെ ഓരോ റെസിസ്റ്റർ കണക്ട് ചെയ്യാം, ഇതുപോലെ. ഓക്കെ അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്നും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് കണക്ട് ചെയ്യാം, ഇതുപോലെ. നമുക്കൊന്ന് റെഡാക്കാം. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലേക്ക് LED-യുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് കളക്ടർ, LED-യുടെ കാഥോഡ് കണക്ട് ചെയ്തു. ഓക്കെ അല്ലേ? നെഗറ്റീവിലേക്ക്. അത് കഴിഞ്ഞിട്ട് LED-യുടെ പോസിറ്റീവ് ലെഗിലേക്ക് അതായത് പോസിറ്റീവ് ലെഗ് എന്ന് പറയുമ്പോൾ ആനയോഡിലേക്ക് നമ്മുടെ റെസിസ്റ്ററിൻ്റെ, അതായത് 280 ഓം റെസിസ്റ്ററിൻ്റെ
ലെഗ് കണക്ട് ചെയ്യുക, അതായത് ടെർമിനൽ 2 കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ ടെർമിനൽ ഡയറക്റ്റ് നമ്മൾ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഒരു പോസിറ്റീവ് എന്ന സെക്ഷനിൽ കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ, ഔട്ട്പുട്ട് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് എന്നൊരു കണക്ഷൻ എടുത്ത് ഇവിടേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു കണക്ഷൻ മൊത്തം കഴിഞ്ഞ് ഇനി നമുക്ക് 2 സ്വിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. ആദ്യം ഈ സ്വിച്ച് എടുക്കുക, ഇതുപോലെ വയ്ക്കുക. അടുത്ത സ്വിച്ച് എടുക്കുക, ഇതുപോലെ വയ്ക്കുക. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ സ്വിച്ചിൻ്റെ 2B എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഒരു ടെർമിനൽ നമ്മൾ ആദ്യം നമ്മൾ ബേസിൽ കൊടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്ത നമ്മുടെ 4.7K റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗ് ടെർമിനൽ 1ലേക്ക് കണക്ട് ചെയ്യുക. ഇതും അതേപോലെ തന്നെ കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്വിച്ചിന് 2 ടെർമിനൽസ് കാണുമല്ലോ, അതിൻ്റെ രണ്ടാമത്തെ ടെർമിനൽ ഡയറക്റ്റ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ആണ്ടോ, ഇതാണ് പോസിറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ OR ഗേറ്റിൻ്റെ സർക്യൂട്ട്. ഇവിടെ OR ഗേറ്റിൻ്റെ സർക്യൂട്ട് മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ OR ഗേറ്റിൻ്റെ സർക്യൂട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് OR ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്ത് നോക്കുന്നതിന് മുമ്പേ ആദ്യം നമ്മൾ നോക്കേണ്ടത് ട്രൂത്ത് ടേബിളാണ്. ട്രൂത്ത് ടേബിളിൻ്റെ ബേസിലായിരിക്കും ഇത് ചെക്ക് ചെയ്യണത്. ട്രൂത്ത് ടേബിൾ ബേസ് അനുസരിച്ച് ഇത് നമുക്ക് A എന്നും ഇത് നമുക്ക് B എന്നും എടുക്കാം. ഇതൊന്നോ ഇത് രണ്ടോ അങ്ങനെ എന്ത് വേണോ എടുക്കാം, നമ്മുടെ രീതിക്ക് അനുസരിച്ച് എടുക്കാം. 0 കൊടുത്ത ടൈമിൽ മാത്രം എന്തായിരിക്കും, ട്രാൻസിസ്റ്റർ നമ്മുടെ LED ഓഫാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് 0 എന്ന് പറയും. 0 ആണ് ഇപ്പോൾ കൊടുത്ത് വെച്ചേക്കണേ. ഇത് 1 ആണെന്ന് സങ്കല്പിക്കുക. ഇത് 1 എന്ന് ഇവിടെ എഴുതിയിരിക്കണതാണല്ലോ. ഇത് 1 എന്ന് സങ്കല്പിക്കുക. ഇത് 0 താഴോട്ടാക്കിയ 0, മുകളിലോട്ടായി കഴിഞ്ഞാൽ 1. ഓക്കെ അല്ലേ? അങ്ങനെ സങ്കല്പിക്കുക. ഓൺ ആയി കഴിഞ്ഞാൽ 1, ഓഫ് ആക്കിയ 0. ഇപ്പോൾ 2 സ്വിച്ചും ഓഫ് കണ്ടീഷനിലാണ്. അപ്പോൾ 2 സ്വിച്ച് ഓഫ് ആയപ്പോൾ നമ്മൾ 0 ഇൻപുട്ട് ചെയ്തു, ഔട്ട്പുട്ട് 0 കിട്ടി. ഇനി ആദ്യത്തെ സ്വിച്ച്, ഇത് ഒന്നാമത്തെ സ്വിച്ച് ആണെന്ന് പറഞ്ഞല്ലോ, ഇത് രണ്ടാമത്തെ സ്വിച്ച്. ആദ്യത്തെ സ്വിച്ച് 0, രണ്ടാമത്തെ സ്വിച്ച് 1. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്തുണ്ട്? ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് 1. ഇത് ബൈനറി ആണ്, അതുകൊണ്ടാണ് 1 0യിൽ പറയണേ. ഇനിയുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ സ്വിച്ച് 1, രണ്ടാമത്തെ സ്വിച്ച് 0. അപ്പോൾ ഇത് 1ഉം ഇത് 0 ആയിരിക്കും. അപ്പോൾ ഇത് ഓഫ് ചെയ്യുക, അത് കഴിഞ്ഞ് ഇത് ഓൺ ചെയ്യുക. 1 0. അപ്പോഴും നമുക്ക് എന്തുണ്ട്? ഔട്ട്പുട്ട് ഉണ്ട്. ഇനിയുള്ളത് എന്താ? 1 1. ഈ സ്വിച്ച് ഓൾറെഡി ഓൺ ആണ്, അതിൻ്റെ കൂടെ ഈ സ്വിച്ചും കൂടെ ഒന്ന് ഓൺ ആക്കുക. 1 1 കണ്ടീഷനിലും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഇതിലാകപ്പാടെ ഔട്ട്പുട്ട് ഇല്ലാത്തത് 0 0 കണ്ടീഷനിൽ മാത്രമാണ്. അപ്പം നമ്മുടെ OR ഗേറ്റ് വർക്കിംഗ് ആണ്. ഓക്കെ അല്ലേ? ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള OR ഗേറ്റ് വർക്കിംഗ് കണ്ടീഷനിലാണ്. ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.